മക്കളെ അസ്സലാമലൈക്കും. അപ്പം അടുത്ത വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം. എന്തായാലും ക്യാരം ബോർഡ് കൊണ്ടിരിക്കുക എടുക്കുന്നുണ്ട്. ബസ്സിൽ നേരെ ഇവിടേക്ക് പോവാണ്. ഇവിടേക്ക് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ്. ഒരുപാട് ഫ്ലൈറ്റ് ഇപ്പം എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇതാക്കി ഏത് ഫ്ലൈറ്റ് നമുക്കറിയില്ല. പിന്നെ ഇങ്ങനത്തെ വീഡിയോ സെൻഡ് ചെയ്താണ് കേട്ടോ. ഇതാണ് നമ്മളെ ഫ്ലൈറ്റ്. പക്ഷെ അത് ഒക്കെ യൂട്യൂബിൽ കാണാൻ എൻ്റെ ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പ്ലെയിൻ ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വരുന്ന പ്ലെയിനാണ് നിങ്ങൾ ലൈവായിട്ട് കാണുന്ന ഗായ്സ്. നിങ്ങൾ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. ഇറങ്ങിയ ചെങ്ങ ഇറങ്ങി മാഷാ അല്ലാഹ്. ആദ്യമായിട്ടാണ് പ്ലെയിൻ ഇറങ്ങുന്നത് കാണട്ടോ. കണ്ടോ ചെങ്ങായി പോലെ വേറൊരു പ്രശ്നത്തിൽ വിട്ടു. നമ്മളെ ഫ്ലൈറ്റ് കംപ്ലൈൻ്റ്. അത് കാരണം നമ്മളിപ്പോൾ ഒരു മണിക്കൂറായിട്ട് ഡിലേ ചെയ്യുന്നു. ഇപ്പോൾ അവർക്ക് എത്ര ടൈം കഴിഞ്ഞു? 1-2 മണിക്കൂറായിട്ട് നമ്മൾ ഡിലേ ആയിട്ട് നിൽക്കുകയാണ്. ഇവരാണെങ്കിൽ ഇറക്കി തരുന്നുമില്ല. നമ്മളതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സംഭവം നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കണം. നമ്മളവിടെ ഒരു വിടുന്നില്ല. അപ്പോൾ ട്രെയിനിൽ 1 മണിക്കൂറായി ഞാൻ നമ്മളിതിൻ്റെ ഉള്ളിൽ നേരം 5 നേരം കുറേ ആയി. ഒരു മറുപടി കിട്ടുന്ന വേറെ ഫ്ലൈറ്റ് റെഡി തരാണെങ്കിൽ ചെയ്തില്ല. ഒരുപാട് വെയിറ്റ് ചെയ്യാനുണ്ട്. ഒരു ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഒരു വെയിറ്റ് ചെയ്ത് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ഫുഡും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല മനസ്സിലാക്കാനാണ്. അപ്പോൾ ഇനി ഒരു 1 മണിക്കൂർ കഴിക്കാനും കുഴപ്പമില്ല എന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ റിട്ടേൺ വന്ന് നമ്മൾ ആദ്യം മുതൽ ഒന്നുകൂടി കയറാൻ പോകാൻ ഒരു ഫുഡ് തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷമായി. ഇത്രയും വെയിറ്റ് ചെയ്തല്ലേ വെച്ചിട്ട് ഇനി 12:30 വണ്ടി എടുക്കുള്ളൂ അല്ലേ? പെണ്ണ തിന്നാ ഇങ്ങനെ ചെയ്തേക്കാം. ക്ഷീണിച്ചുകൂടെ ആവും. ഞാൻ ഫ്രണ്ട് പോവാം. എന്നാൽ എൻ്റെ വീട് എടുക്കട്ടോ. എന്തായാലും മക്കളെ ഏതാണ്ട് ഫ്ലൈറ്റിൽ കയറാം. മക്കളെ ഫ്ലൈറ്റിൽ കയറാൻ നമ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷാക്കറ ഇത് ഇതിന് മേലല്ല, അതിന് മേലെ വാങ്ങിക്കും. ഇതിന് മേലെ ഉണ്ടോ? ഇതിന് മേലെ ഈ ലൈറ്റ് ട്യൂബ് ലൈറ്റ് ഉണ്ടോ? അവിടെ ഇരിക്കുന്നുണ്ടോ? 14 ഫ്ലൈറ്റിൽ കയറിട്ടോ. ഫ്ലൈറ്റിൽ കയറി ഇങ്ങനെ ഇരിക്കട്ടോ. अब हम उड़ान के लिए तैयार हैं। യാത്ര പൊളിട്ടോ. തരണ്ട് അതാണ് ദ്വീപ് കാണുന്നത്. കണ്ടോ
ഇറങ്ങിയിട്ടുണ്ട്, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും നേരെ ഇതാണ് ലക്ഷദ്വീപില്. ഓക്കെ, അങ്ങനെ ദ്വീപിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ജിൽഷാനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക കേട്ടോ. വരാൻ ടൈമില്ല. ചെക്കന്മാർ നമ്മളിതാ ദ്വീപിലെത്തിയിട്ടുണ്ട്. ഈ ദ്വീപിന്റെ പേരെന്താടാ? ദ്വീപ് ലക്ഷ്യ. അങ്ങനെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ ഇപ്പൊ എന്ത് ബോട്ടിങ് നമ്മളിതാ ബോട്ടിൽ കണ്ടിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ നമ്മൾ എന്ത് ചെയ്യും, എടുക്കാൻ പോകണം ശാക്കര അഗത്തി. അപ്പൊ അഗത്തി ദ്വീപിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയിപ്പോഴും നമ്മൾ ബോട്ടിന് പോയിട്ടില്ല, വെയിറ്റിങ്ങിനാണ്. പക്ഷെ അതിൻ്റെ അവിടെ നല്ല കളികൾ നടക്കുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ ആൾക്കാർ കളിക്കൂല, എന്താ പറയുക, അതേപോലത്തെ വൈബ് കളിക്കാം. അങ്ങനെ ഇവിടെ നേരെ ഷിപ്പിൽ പോകണം. അതിൻ്റെ ഇടയിൽ ഒന്നും വെള്ളം കുടിക്കാണ്ട് മക്കളെ ദ്വീപിൽ നമ്മൾ ബോട്ട് എത്തിയിട്ടുണ്ട്. ബോട്ടല്ല, ഇതിനെന്താ പേര് പറയാൻ അറിയില്ല കേട്ടോ. എന്തായാലും എച്ചേര് അത്ര പേര് പറഞ്ഞത്. അപ്പം അങ്ങനെ അതിൽ കയറി കിടക്കുകയാണ്. ഇർഷാദാണ് നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അച്ഛന്മാരെ നിങ്ങളറിഞ്ഞോ? എന്തറിഞ്ഞോ? അങ്ങനെ ബോട്ട് കയറി ഇപ്പോഴും ഫുഡ് കഴിച്ചില്ല കേട്ടോ. 2 വത്തലുകൊണ്ടും ഇത് മേടിച്ചിട്ട് നമ്മൾ കോയക്കണം. ഇങ്ങനെയാണ് മക്കളെ നടക്കുന്നത്. പക്ഷെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളെ ഇവിടെ വന്നിട്ട് സൊഫാനിക്കല്ലിനൊക്കെ കഴിച്ചപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇല്ല മുന്നീരെ ഇവിടെ പെണ്ണൊന്നൊരു സൊഫാനിക്കല്ലേ ചോദിച്ചു. എന്തായാലും ഉള്ളിൽ കയറി വെക്കാം. ഉള്ളിൽ കയറിയപ്പോൾ ടീ കിട്ടുന്ന സെൽഫിയും കാര്യങ്ങളൊക്കെ ആയിട്ടോ. അതിൻ്റെ മുട്ടത്തിയേ രാവിലെ മുതൽ സെറ്റായിട്ടുണ്ട്, വൈബായിട്ടുണ്ട്. എണ്ണകൾ എന്തൊക്കെ ഉണ്ടല്ലോ, കേക്ക്, സമൂസ എന്തൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ വെൽക്കം കേട്ടോ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കേട്ടോ. നടന്നേ 1 കിലോമീറ്ററോളം നടന്നു. മോനെ ചിക്കനൊക്കെ മുഖം നോക്ക്. അതിനിപ്പോ ഞാൻ വിളിച്ചോ കോയക്കണം. നജില നജിയോ ഇതാണ് ഒഴിഞ്ഞ മുഖം. മണികളെ അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ തോന്നുന്നുണ്ടാവും എന്ത് വീഡിയോ ആണ്, എങ്ങനത്തെ വീഡിയോ എടുക്കുമ്പോൾ എനിക്കും തോന്നിട്ട് ഒരു വൈബില്ലാത്തൊരു വീഡിയോ പോലെ. പക്ഷെ ഇതൊക്കെ നല്ല സൂപ്പർ ഓരോ എന്തൊക്കെ എൻ്റെ സംസാരം കാര്യങ്ങളൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നില്ല. അത് എനിക്ക് സ്വന്തമായിട്ട് കോൺഫിഡൻസ് ഇല്ലാഞ്ഞിട്ടാണ് അല്ലേ. പക്ഷെ അങ്ങനെടാ ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് പറഞ്ഞത്. കാരണം വെച്ചാൽ എന്തായാലും ഇവിടെ കുറെ ആൾക്കാർ പറഞ്ഞു ലക്ഷദ്വീപ് പോണ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടണമെന്ന് പറഞ്ഞാൽ അതിൽ ഇട്ടതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് ഇട്ട് വെച്ചിട്ട് തന്നെ നോക്കണം. അടുത്ത വീഡിയോ വരുന്നുണ്ട് അല്ലേ. അതെന്താ ഞങ്ങൾക്ക് വരുന്ന സമയത്ത് ആകപ്പാടെ എല്ലാവരും അങ്ങോട്ട് കൺഫ്യൂഷൻ. പിന്നെ ഫ്ലൈറ്റ് ഭയങ്കര കംപ്ലൈന്റ് ആയിട്ട് പിന്നെ റൊട്ടീനായിട്ട് പിന്നെ ബോഡി പാസ് എടുക്കാൻ വരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഭ്രാന്തായപ്പോൾ ഞാൻ ഇപ്പം ബ്ലോഗ് നിൽക്കണേ ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് തന്നെ ഭ്രാന്തായി. കാരണം ഉച്ചക്ക് ഫുഡ് കഴിക്കണം. നമ്മളെപ്പോഴാണ് എത്ര മണിക്കാണ് ഫുഡ് കഴിച്ചു? അല്ല സോറി, ഇവിടെ ലക്ഷദ്വീപിൽ വന്നിട്ടാണ് ഫുഡ് കഴിക്കേണ്ടത്. അതിന് മുന്നേ ഒരു ഗ്യാപ്പ് പോലും കിട്ടിയിട്ടില്ല. കാരണം നമ്മളൊരു ബോർഡിംഗ് പാസിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു പറയും ഫ്ലൈറ്റ് ഡിലേ ആണ്, ഇത്ര മിനിറ്റ് വരും, അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുള്ളൂ. പിന്നെ പറയും 10 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലൈറ്റ് അവിടെ നിൽക്കുന്നുണ്ട്, കയറി പോകാൻ പറയും. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇന്നത്തെ
ഒരു ഇന്ത്യക്കോന്റെ ഒരു സർവീസ് എനിക്ക് ഭയങ്കര ഒരു ഡിസ്കംഫർട്ടായിട്ട് എനിക്ക് തോന്നി. അത് കുഴപ്പമില്ല. ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ ഇവിടെ ലക്ഷദ്വീപിൽ എത്തിയിട്ട് അവിടെ ഈ ദ്വീപിന്റെ പേരെന്താ? എന്താ ദ്വീപിന്റെ പേര് ഓർമ്മ സ്റ്റാറ്റസ് കാവൃത്തി അങ്ങനെ എന്തോ പേരല്ലേ. അപ്പൊ ദ്വീപിലാണ് ഞങ്ങളുള്ളത്. അപ്പൊ ഇവിടെ എത്തിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചതും. ഞങ്ങളൊന്ന് സെറ്റായതും. ഇപ്പൊ റൂമിലെത്തി, കുഴപ്പമില്ല, അൽഹംദുലില്ലാ. റൂം നല്ല അടിപൊളി ഗസ്റ്റ് ഹൗസ് ആണ്. വൈഫൈ ഇതിന്റെ സിം എനിക്കറിയില്ല. ഈ നായിൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഇവിടെ എയർടെലും മറ്റേ BSL മാത്രം ഇറക്കുന്നത് എനിക്ക് അറിയുന്നില്ല. ഗ്രൂപ്പിൽ പറഞ്ഞതാണ്, ഗ്രൂപ്പിൽ നോക്കിയിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. അത് ആരും ഒപ്പാണ് എന്റെ ഒപ്പം അത്രക്ക് ബേസിൽ പറഞ്ഞു 10-15 ആൾക്കാരുണ്ട്. എന്താ എന്നത്തെ പോലെ ഞാനും ജിൽഷാദും സൊഫാനും റൂമില് വൈഫൈ സിമ്പിളില്ല, കുഴപ്പമില്ല. വാട്സപ്പിലും മറ്റേ നെറ്റ് കിട്ടിയാൽ മതിയല്ലോ നമുക്ക്. പെണ്ണ് മാത്രമേ പെണ്ണ് മാത്രമേ ഇല്ലാത്തുള്ളൂ. സിംഗിള്. അപ്പൊ മക്കളെ പിന്നെ ഇവിടെ വന്നപ്പോ എല്ലാരും ഭയങ്കര സപ്പോർട്ട് കിട്ടോ. ഭയങ്കര സപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ട്. ഫുഡ് കഴിക്കാൻ വന്നപ്പോ അവിടെ വരുന്ന ആൾക്കാരും എല്ലാവരും, സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ വല്യപ്പാരാകട്ടെ വല്യമാരന്മാരെ എല്ലാവരും സന്തോഷം. പരിപാടി അടിച്ച് പൊളിക്കണം. ഇവര് ഒത്തൊരുമയോടെ ജീവിക്കുന്നുണ്ടോ. ഏറ്റവും വലിയ ഹൈലൈറ്റുള്ള കാര്യം എന്താണെന്നറിയോ? ഈ പ്രോഗ്രാമിന് മൊത്തം ആങ്കർ ഞാനാണ് കാശ്. ഓനെ പൊക്കി പറഞ്ഞു മനസ്സിലായില്ലല്ലോ. ചെറുതായിട്ടും നിന്റെ ഇടയിൽ ഓരോ പൊക്കി പറഞ്ഞതാ. എന്തായാലും ചെക്കനെ ഭയങ്കര പൊളി കേട്ടോ. എന്നെ കുറിച്ച് 4 വാക്ക് പൊക്കി പറഞ്ഞത് പണ്ടുണ്ടാകാൻ കുഴപ്പമില്ല. പണി മൊത്തം എനിക്ക് അറിയാം, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാൻ മാത്രമാണ് റൈസഫോനൊന്നും അറിയണ്ട. സ്റ്റേജ് കയറി പാടി മാത്രം മതി കേസ്. അപ്പൊ എന്തായാലും ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഞങ്ങള് കണ്ടിന്യൂസ്ലി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സ്കിപ്പ് അടിക്കണ്ടേ. ലക്ഷദ്വീപ് കാണാത്തവരാണെങ്കിൽ ഇൻഷാല്ല ഞാനൊന്നും ലക്ഷദ്വീപ് ഫ്ലൈറ്റിൽ മുമ്പ് കയറിയിട്ടുണ്ടെങ്കിലും ലക്ഷദ്വീപ് കാണുന്ന പ്രതീക്ഷിച്ചിട്ടല്ല. സഫുവിന്റെ പ്രോഗ്രാം വിളിച്ച സമയത്ത് സഫുവിന്റെ ലക്ഷദ്വീപിൽ പ്രോഗ്രാം എന്ന് വിളിച്ച സമയത്ത് ഞാൻ അത്രക്ക് കൺഫേം ആയിട്ടില്ല. കാരണം പെർമിറ്റ് ഓക്കെ ആവണം, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാ പരിപാടി നൂലാമലകളും പെട്ടെന്ന് എന്നെ വിളിച്ചത് സഫു ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് പറഞ്ഞു മറ്റന്ന ഫ്ലൈറ്റാണ് കയറണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞൊന്ന് കൺഫേം ആക്കിയതും പിന്നെ വീട്ടിലൊന്ന് പറയാൻ തുടങ്ങിയതും. എന്ത് കാര്യം നടക്കുമ്പോഴും അത് കാര്യം നടക്കുന്നതിൻ്റെ ഒരു തലേസോ അല്ലെങ്കിൽ ആ കാര്യം നടന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ കാര്യം നടക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെല്ലാവരും അറിയിക്കേണ്ടത്. അതാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു കാര്യം കേട്ട ഉടനെ അപ്പോൾ തന്നെ എല്ലാവരും വിളിച്ച് അറിയിച്ച് നടന്നില്ലെങ്കിൽ നമുക്കും ഭയങ്കര വിഷമമാണ്. കേൾക്കുന്നവർക്കും പറഞ്ഞ ആൾക്കാർക്ക് ചിലപ്പോൾ അതിനേക്കാളും കളിയേക്കലും പിന്നെ വിഷമം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ ലക്ഷദ്വീപ് ട്രിപ്പ് വന്ന് കയറിയിട്ടുള്ളൂ. ഞങ്ങൾ വൈബാണ്, സെറ്റാണ്, പൊളിയാണ്. ഞങ്ങൾ ഇനി എന്തായാലും നാളത്തെ കാണിക്കുന്ന വീട് ഈ ദ്വീപിൽ എന്തൊക്കെയുണ്ട് എങ്ങനെ അതാണ് ലാഭം. മറ്റേ കമ്പനി ചെലവാണ്. അങ്ങോട്ട് വേറെ ടിക്കറ്റ് ഫ്ലൈറ്റ് കമ്പനി ചെലവാണ്. പക്ഷെ 200 രൂപ റെന്റിന് പോയാലും 300 രൂപ അങ്ങനെ റെന്റ് എടുത്തിട്ട് 2 വീക്ക് എടുക്കണം നമുക്ക്. 200 അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പ്രശ്നമല്ല. പിന്നെ അപ്പോൾ നാളെ മുതൽ ഞാൻ സുഫുവിൻ്റെ ചാനലിൽ ഫുള്ള് ലക്ഷദ്വീപ് കാണാത്തവരാണെങ്കിൽ ഇൻഷാല്ലാ എല്ലാവർക്കും കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. എന്നാലും കാണാത്തവരാണെങ്കിൽ ഞാനും ഇവിടെ വന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു ദ്വീപ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന സമയത്ത് എനിക്ക് അല്ല നമ്മുടെ ഇവിടെ വന്നിറങ്ങിയ സമയത്ത് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വരുന്ന ഒരു യാത്ര ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പിന്നെ മൊത്തത്തിൽ നല്ലൊരു പോസ്റ്റ് പറഞ്ഞ് ചലിപ്പിക്കണില്ല. പറയണക്കാളും കൂടുതൽ കാണല്ലോ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ. എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ നിൽക്കണം, അപ്പുറത്തെ വീട്ടിൽ ആൾക്ക് ഷെയർ ചെയ്യണം. അപ്പൊ മറക്കണ്ട. എല്ലാവരോടും യാ ഹബീബി കം ടു ലക്ഷദ്വീപ്.